പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് അലൈൻമെന്റ് ഫസ്റ്റ്, പിന്നെ ആക്ഷൻസ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിൽ ഏർപ്പെട്ട് അലൈൻഡ് ആവുക, എന്നിട്ട് മാത്രം ആക്ഷൻസ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എന്താണ് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. അതുമാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു ഈ പറയുന്ന ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അലൈൻമെൻറ്റ് ഫസ്റ്റ്, ദെൻ ആക്ഷൻസ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതാണ്. ഈ ലോകം ഒരിക്കലും കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമല്ല. ഇതൊരു എനർജി ബേസ്ഡ് ആയിട്ടുള്ള ലോകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് യാഥാർത്ഥ്യമായി മാറുന്ന അത്ഭുതകരമായ ഒരു ലോകത്താണ് നമ്മൾ ഓരോ മനുഷ്യന്മാരും ജീവിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ മനുഷ്യന്മാരും ജീവിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചിന്തിച്ചാലും യാഥാർത്ഥ്യമാകുന്ന ഒരു മനോഹരമായ ലോകത്താണ്. നമ്മുടെ ഓരോ ചിന്തയും ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും, മാഗ്നറ്റിക് സിഗ്നൽ നമ്മുടെ ഫീലിങ്സുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും, പ്രത്യേകിച്ച് കാശൊക്കെ മാനിഫെസ്റ്റ്, കാശല്ല, റിലേഷൻഷിപ്പിലെ എന്താണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സും മാറണം. എന്നിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുത്താലേ വർക്കാവും. പല ആളുകളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്നിട്ടും അവർക്ക് യാതൊരു രക്ഷയില്ല, അവർക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ ആക്ഷൻസ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ ലോകം തന്നെ അറിയാം. ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ആണ് അവര് അവര് ഇടുന്നത്. പക്ഷെ അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ കൺട്രോൾ വരണം എന്നുള്ള, നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള, നിങ്ങളുടെ ചിന്തകളിലുള്ള പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ഹെൽപ്പ് ചെയ്യുക? അതിനാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്തകളും ഇപ്പോൾ ഹീലിങ്സും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളും അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്താൽ അത് വർക്കാവൂ. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇത് ഊർജത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മളുടെ ചിന്തകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മളുടെ ഓരോ ചിന്തയും, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മുന്നേ ചിന്തിച്ച ചിന്തകളുടെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. എന്താണ് ഒരു എന്താ പറയുക, എങ്ങനെ ചിന്തിക്കണം എന്നല്ലേ നമ്മൾ, ഞാൻ ഹാപ്പിയാണ്, സന്തോഷമാണ്, എനർജറ്റിക് ആണ്, അങ്ങനെയൊക്കെ എന്താണോ വേണ്ടത് അത് ഇപ്പോൾ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇത്രയും നാള് ചിന്തിച്ച ചിന്തകളുടെ പ്രതിഫലനമാണ് നിങ്ങൾ ഓരോ മനുഷ്യനും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഏത് മൂമെന്റിൽ എത്തി നിൽക്കുന്നോ അതിലെല്ലാം നിങ്ങൾ ഓരോ മനുഷ്യന്മാരും ചിന്തിച്ച ചിന്തകളുടെ പ്രതിഫലനമാണ്. ആ ചിന്തകള് ആ ചിന്തകളുടെ കാരണമാണ് നിങ്ങളൊരു ഐഡന്റിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. പൈസയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താണോ ചിന്ത, അതാണ് പൈസയെക്കുറിച്ചുള്ള ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ, പൈസയെക്കുറിച്ചുള്ള ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റിയിൽ നിങ്ങൾ ചേഞ്ചസ് വന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചിന്തകളിൽ കൺട്രോൾ വരുത്തുക. നമ്മുടെ ഓരോ ചിന്തകളും ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവ് ആക്കുക, ഹീലിംഗ് വർക്കുകൾ ചെയ്യുക. കാരണം അകം ലോകം മാറിയാൽ മാത്രമേ നിങ്ങളുടെ പുറം ലോകം മാറുള്ളൂ. അകത്ത് എന്താണോ ഉള്ളത്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്ത് തന്നെയാണോ ഉള്ളത്, അത് മാത്രമേ നിങ്ങളുടെ പുറത്തുള്ള ലോകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നു എന്നുള്ളതാണ്.
നമ്മളുടെ അകത്ത് സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ അകത്ത് ഈവൻ നിങ്ങൾ കാരണം മറ്റൊരു മനുഷ്യൻ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അത് ചേഞ്ചസ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ മനുഷ്യന്മാരും ചിന്തകളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആവണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കടന്നു വരുന്ന എല്ലാ ചിന്തകളും തന്നെ പോസിറ്റീവ് ആവണം. എന്തും ഒന്നാലോചിക്കുക, കാട്ടിൽ ജീവിക്കുന്ന മാൻ്റെ അത്ര പോലും മനുഷ്യൻ പവർഫുൾ അല്ല. ആ മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ അധിപനായിട്ട് മാറിയില്ലേ? ആ ലോകത്തിന്റെ അധിപനായി മാറിയതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചിന്തിക്കാനുള്ള പവറാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും ഇവിടെ യാഥാർത്ഥ്യമായി മാറുന്ന ഒരു ഒരു മനോഹരമായ ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക, നമ്മുടെ ഫീലിങ്സിൽ. നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെങ്കിൽ ആ കാറ് വാങ്ങുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ചിന്തകൾ, ആ കാറ് വാങ്ങിച്ചതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ അത് റിയാലിറ്റിയായി മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക. ഈ ലോകം ഒരിക്കലും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും പറയും മേക്കിംഗ് മണി സൂപ്പർ ഈസി, പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. അതെ, പൈസ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. പല ആളുകളും ആക്ഷൻസിലേക്കാണ് പോകുന്നത്. ആക്ഷൻസ് അല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം. എന്നിട്ട് അല്ലെങ്കിൽ എന്ത്, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പരാജയപ്പെടും. അതേസമയം എന്താണ്, നിങ്ങൾ അലൈൻമെന്റ് ആയി നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സും, അങ്ങനെ ഒരു കുറച്ച് പ്രോസസ്സ് ഉണ്ട്, നമ്മൾ ബേഡ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം ഹീലിങ്സ് ഒക്കെ ചെയ്ത്, ഹീലിങ്സ് എന്താണ്, നെഗറ്റീവായ തോട്ട് പ്രോസസ്സ് കുറെ കിടപ്പുണ്ട്, അതിനെ റിമൂവ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്തിലേക്ക് വരണം? നിങ്ങൾ ഈ പറയുന്ന ആക്ഷൻസ് എടുക്കുമ്പോൾ അത് റൈറ്റ് ആവും. മൈൻഡ് വർക്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഞാൻ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ മൈൻഡ് വർക്കിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ അകം ലോകം ഫിൽട്ടർ ചെയ്യണം. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടോ? ഒരു ലേഡി, ഹസ്ബൻഡ് സിഗരറ്റ് വലി നിർത്തുന്ന പരാതി മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസസ്സ് ചെയ്തു. ആദ്യത്തെ മാസം വർക്കായില്ല, രണ്ടാമത്തെ മാസം വർക്കായില്ല, മൂന്നാമത്തെ മാസം വർക്കായില്ല. മൂന്നാമത്തെ മാസം കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പം ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയുന്നത് സിഗരറ്റ് വലി നിർത്തുക. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, എല്ലാത്തിനും കാരണം നമ്മളുടെ മനസ്സാണ്. ഒരു മനുഷ്യന്, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർക്കെല്ലാം നിങ്ങൾക്ക് ഹെൽത്ത് കൊടുക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് സമാധാനം കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകളിൽ കൺട്രോൾ വരിക. നിങ്ങളുടെ ഓരോ മനുഷ്യന്മാരുടെയും ചിന്തകളിൽ കൺട്രോൾ വരുത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങും. നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ അകത്ത് കൺട്രോൾ ചെയ്യുക, പുറം ലോകത്ത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ അകൻ ലോകത്ത് ഇന്നർ വർക്കുകൾ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നമ്മളുടെ മനസ്സിനെ വർക്ക് ചെയ്യുക. നമ്മൾ സ്നേഹമായിട്ട് മാറിയാലേ നമുക്ക് സ്നേഹം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക സുഹൃത്തുക്കളെ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ അകത്ത് എപ്പോഴും ഹൈ എനർജി വൈബ്രേഷൻ ആയിരിക്കണം. ലോകത്ത് രണ്ട് ടൈപ്പ് വൈബ്രേഷൻ, ഹൈ എനർജി വൈബ്രേഷൻ, ലോ എനർജി വൈബ്രേഷൻ നമ്മൾ പറയും. ഹൈ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നത് സന്തോഷം, സ്നേഹം, കരുണ, അങ്ങനെയുള്ള ഒരു ഇമോഷൻസ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹൈ എനർജി വൈബ്രേഷൻ ആയിട്ടുള്ള ചിന്തകളിൽ നമ്മൾ വർക്ക് ചെയ്യുക. അല്ലാതെ ദേഷ്യം, വിദ്വേഷം, പേടി, ഭയം, അങ്ങനെയുള്ള ഇമോഷൻസിലൂടെയാണ് നിങ്ങൾ ദിവസവും. കാരണം ഒരു മനുഷ്യൻ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ 15 മുതൽ 254 ദിവസം വരെ എടുക്കും. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയിലും തോട്ട് പ്രോസസ്സിലും ദിവസം കഴിയുന്തോറും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് എന്ത് കാര്യവും ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു അസുഖം പോലും, നിങ്ങൾക്കൊരു ചെറിയൊരു ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന നിങ്ങളുടെ ശരീരം അത് കാണിച്ചു തരും. ബോഡി അങ്ങനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നുള്ളത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരും. കൂടുതൽ പ്രസ് ചെയ്യരുത് എന്നുള്ളത് ആ ശരീരം അത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതേസമയം നമ്മൾ കൃത്യമായിട്ട് അത് വീണ്ടും വീണ്ടും എക്സസൈസ് ചെയ്താൽ ശരീരം ഓട്ടോമാറ്റിക്കലി പൊട്ടിത്തെറിക്കും. അതേ കണക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ മാറണമെങ്കിൽ ആ ചിന്തകളിലുള്ള പ്രതിഫലനം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം വരികയുള്ളൂ.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പെട്ടെന്നൊന്നും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവില്ല. പലപ്പോഴും ഞാൻ പറയില്ലേ, നമ്മൾക്ക് മറ്റൊരു മനുഷ്യനെ പോലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യൻ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ നമുക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. നമ്മളുടെ മനസ്സിങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ്. നമുക്ക് ചുറ്റും മറ്റൊരു മനുഷ്യന്മാർ കാണില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമി ജീവിക്കേണ്ടത്. അതായത് ജീവിക്കേണ്ടത് കൂടെ മനുഷ്യന്മാരുണ്ടാവും, പ്രിയപ്പെട്ടവരുണ്ടാവും, അവരെല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്കും നല്ലത് വരണമെങ്കിൽ നമ്മളുടെ അകം മാറണം. നമ്മുടെ ഇന്നർ വർക്കിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നർ യോഗയിൽ യമനിയമത്തിൽ ഒരു ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുന്നുണ്ട്. മുസ്ലിം മതത്തിൽ അൽഹംദുലില്ലാ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ മതങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ ആണ് പറഞ്ഞു വയ്ക്കുന്നത്. അകത്ത് സന്തോഷമുണ്ട്. ഡു ഇന്നർ വർക്ക്. നിങ്ങളുടെ പുറം ലോകത്തെ പറ്റി ഒരു കാരണവശാലും നിങ്ങൾ വാചാലനാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പുറം ലോകത്തെ പറ്റി ഒരു കാരണവശാലും നിങ്ങൾ വാചാലനാവാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അകൽ ലോകം കൺട്രോൾ ചെയ്ത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ നിമിഷം കഴിയും തോറും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോസിറ്റീവായി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നെഗറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആളുകളെ വിളിക്കുമ്പോൾ ഞാൻ ആളുകളുടെ നെഗറ്റീവായുള്ള ഇഷ്യൂസ് പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ നെഗറ്റീവായ ഏത് ഏരിയയിലെന്ന് പറയുക, അല്ലാതെ എൻ്റെ അടുത്ത് തുറന്നു പറയരുതെന്ന് ഞാൻ പറയും. അതിന് കാരണം എന്താണ്? നമ്മള് നമ്മൾ ഒരിക്കലും ന്യൂസുകളൊന്നും കാണാതിരിക്കുക. അവിടെയൊക്കെ പ്രശ്നം നിറഞ്ഞ ഈ ലോകമെന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ ആകാനായിട്ട് കേപ്പബിൾ ആയ ലോകമായി മാറി. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നു. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഉദാഹരണം, എൻ്റെ കയ്യിൽ എനിക്കൊരു ബർഗർ കഴിക്കണം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പൊ ബർഗർ കഴിക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സാധാ മനുഷ്യൻ ചോദിച്ചു, അയ്യോ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അവന് വിഷമമായി. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ശരിയല്ലേ? എസ് ഓർണോ ചാനലൊക്കെ ടൈപ്പ് ഇത്രയും കേട്ടോണ്ടിരുന്നിട്ട് ഒന്നും അനക്കമില്ലാതിരിക്കുന്നു. ശരിയല്ലേ? എൻ്റെ കയ്യിൽ ഒരു ബർഗർ ഉണ്ട്, പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് കഴിക്കാൻ പറ്റാത്തപ്പോൾ ഒരു സങ്കടം ഉണ്ടാവുന്നു. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു കുക്കറിയിൽ ഒരു യൂട്യൂബർ ഫുഡ് വ്ളോഗർ കാണിച്ചിരിക്കുന്നു. എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് സങ്കടമാവും. ശരിയല്ലേ? ഇത് ഇത് അപ്പൊ ഈ ലോകം തന്നെ ഭയങ്കരമായൊരു സ്ട്രെസ്ഫുൾ പേസിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ ആവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മരണഭയം പോലും നമ്മൾ മനസ്സിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടും ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഇന്നർ വർക്ക് ചെയ്യുക, ഔട്ടർ വർക്ക് ചെയ്യാതിരിക്കുക. ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പറ്റൂല. നിങ്ങൾ തുടക്കക്കാരാണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ വീണ്ടും, കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരുപാട് നെഗറ്റിവിറ്റി കുന്നുകൂടിയാൽ ഹീൽ ചെയ്യണം, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും 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 ഇങ്ങനെ ചെയ്ത് ഒരു മൊമെന്റ് കഴിയുമ്പോൾ ഒരു 15 മുതൽ 254 ദിവസം കണ്ടിന്യൂ, അതൊരു എന്താ ടു ഡു ലിസ്റ്റിലോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതുക day 1, അങ്ങനെ 254 ഡേയ്സ് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ സ്ഥായിയായ ബിഹേവിയർ മറ്റതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ചാനലിൽ ടൈപ്പ് ചെയ്തേ, സുഹൃത്തുക്കളെ ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുമോ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമയം കളയരുതേ. യെസ്. വീണ്ടും 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 റിപ്പീറ്റ്. കാരണം ഒരു ബിലീഫ് എങ്ങനെ രൂപപ്പെടുന്നു? ആവർത്തിച്ച് ചിന്തിക്കുന്ന ചിന്തകളിലാണ് ഒരു ബിലീഫ് രൂപപ്പെടുന്നത്. അത് മതപരമായ വിശ്വാസങ്ങളാണെങ്കിലും എന്തും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയും നമ്മുടെ കൾച്ചർ അതാണ്. ഒരു കൾച്ചർ എങ്ങനെ രൂപപ്പെട്ടു? ഇംഗ്ലീഷുകാർ ഫോളോ ചെയ്യുന്നതല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഡ്രസ്സുകളൊക്കെ പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഡ്രസ്സുണ്ട്.
അപ്പം മറ്റവരിടുന്ന യൂറോപ്യൻസ് ഒക്കെ ഇടുന്ന ശൈലി ഓഫ് ഡ്രസ്സ് തെറ്റാണെന്ന് പറയും. ഇല്ല, അവര് കണ്ടു വളർന്ന അതാണ്. ഇന്നത് തെറ്റ് ശരിയെന്ന് ഒരിക്കലും ഇല്ല. നമ്മളുടെ എല്ലാം നമ്മളുടെ ചിന്താഗതികളാണ്. നമ്മൾ ആവർത്തിച്ച ഓക്കെ ഇറ്റ്സ് നോർമൽ ടു ബി വിയർ ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് അവരവരുടെ ചോയ്സ് ആണ്. അങ്ങനെ നമ്മൾ എന്തും ഇപ്പൊ സ്ത്രീകളെ ഡ്രസ്സ് ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞൊരു സംഭാഷണം നടത്തുകയല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ ആവർത്തിച്ച് 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 ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നാണ് നിങ്ങളുടെ രൂപപ്പെടുന്നത്. ലൈഫ് ഇവിടെയാണ് സ്വർഗം, ഇതിനപ്പുറത്തേക്കല്ല സ്വർഗം, അത് മനസ്സിലാക്കണം. എവരി പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്വർഗവും സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇവിടെ തന്നെയാണ് സ്വർഗം. ഇവിടെ നിങ്ങൾക്ക് സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും. ഓരോ നിമിഷവും ആദ്യം നിങ്ങളുടെ ഇന്നർ വർക്ക്, ഓരോ നിമിഷവും ആക്ഷൻ എടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, ആക്ഷൻ പിന്നീടാണ്. നിങ്ങളുടെ ഇന്നർ വർക്ക് ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, വർക്കുകൾ ചെയ്യുക, ഇൻഫർമേഷൻസ് എടുക്കുക, പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, ഒക്കെ ചെയ്യുക. അതൊക്കെ ചെയ്തോ. പക്ഷെ ആദ്യം ഒരു ദിവസം രാവിലെ എണീച്ച് മൈൻഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രം മറ്റേ ആക്ടിവിറ്റിയിലേക്ക് പോവുക ഓരോ ദിവസവും. ഇതാർക്ക് വേണ്ടിയാ പറയുന്നേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. കാരണം ചിന്തകളാണ് ലോകം എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ അടുത്ത് സംസാരിക്കും. കാരണം എന്താ, എൻ്റെ ഇന്നർ വർക്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ പവറുള്ള ആളല്ല. എല്ലാ മനുഷ്യരും ഒരേ പവറുള്ള ആളാ, ചിന്തിക്കാൻ കഴിവുക. ലോകത്തെ എല്ലാ മനുഷ്യർക്കും 10ാം ക്ലാസ് വരെ പോയിട്ടുള്ള മനുഷ്യനും ഡിഗ്രി പോയിട്ടുള്ള മനുഷ്യനും കഴിവ് കൂടിയവനും കുറഞ്ഞവനും അല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അൺലിമിറ്റഡ് പൊട്ടൻഷ്യലാണ്. നമ്മൾ സമൂഹം പറയും നീ 10ാം ക്ലാസ്, നമ്മൾ തന്നെ ഞാൻ മണ്ടനാണ്, ഞാൻ മണ്ടനാണ്, എനിക്ക് അറിവില്ലാത്തതാണ്, ഞാൻ ഒരു പഠിക്കാൻ കഴിവുള്ളവനല്ല എന്ന് നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ താഴ്ത്തും. ഒരിക്കലും പാടില്ല. ബിക്കോസ് ഐൻസ്റ്റീന്റെ ബുദ്ധി എല്ലാവർക്കും പറ്റും. ഐൻസ്റ്റീൻ എങ്ങനെ ബുദ്ധി വന്നു? ആ ഒരു സാധനം ചിന്തിച്ച് ചില പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് ടീച്ചർമാര് ആദ്യം ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ പിന്നെ പഠിക്കും, അല്ലെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഒരു പക്ഷേ നല്ലൊരു അന്തരീക്ഷത്തിലൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കുന്ന അന്തരീക്ഷത്തിലൊക്കെ വളർന്ന കുട്ടികളായിരിക്കും. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പൊ ടീച്ചർമാർ പറയും കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി കൺഗ്രാറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി പറയും, ആ ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ പ്രോബ്ലം ചെയ്യുന്ന ആളാണ്, ടീച്ചർ എൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രോബ്ലം ചെയ്യുന്ന ആളാണ്, ടീച്ചർ എൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞു എന്ന് കുട്ടി ചിന്തിക്കും. അങ്ങനെ ഇനി ടീച്ചർ അഭിനന്ദനം വാങ്ങും, വീണ്ടും ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾക്ക് ബ്രെയിനിൽ ഇൻഡ്യൂഷൻ, പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻഡ്യൂഷൻ ഇയാളുടെ ബ്രെയിനിൽ വരും. കാരണം ഇയാളുടെ ബ്രെയിൻ വിശ്വസിച്ചു ഇയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അല്ലാതെ ഐൻസ്റ്റീനും നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടി അവനല്ല. നിങ്ങൾക്കും പറ്റും. ഈ ലോകത്ത് എല്ലാവർക്കും എന്തും പറ്റും. ഈവൻ പാട്ട് പാടുന്നത് പോലും പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റും. എന്തും. കാരണം ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങൾ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. എല്ലാ മനുഷ്യർക്കും പറ്റും. ഇന്നർ വർക്ക് ചെയ്യും. ഇന്നർ വർക്ക് ചെയ്താൽ ഔട്ടർ ലോകം മാറിയിരിക്കും സുഹൃത്തുക്കളെ. ഔട്ടർ ലോകം മാറിയിരിക്കും. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ഫോക്കസ് ഓൺ തോട്ട് പ്രോസസ്. നമ്മുടെ ഒരു പെയ്ഡ് ക്ലാസ് ഉണ്ട്, എങ്ങനെ ശരിയായി ചിന്തിക്കാം, അതിനൊരു സിസ്റ്റം. നെഗറ്റീവായ തോട്ട് പ്രോസസ്സ് ഹീൽ ചെയ്യണം. കാരണം ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി കോരി കളഞ്ഞാലേ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പം നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഹീൽ ചെയ്യുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. അത് പെട്ടെന്ന്, കാരണം നമുക്കൊരു ക്ലയൻസിനൊക്കെ, കാരണം ഒരാഴ്ച കൊണ്ട് ദുബായിൽ ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ച് ജോലി കിട്ടി, 2ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്ന് പുള്ളി ഗൾഫിലോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു 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 എനർജി ബേസ്ഡ് ലോകത്തിലാണ് നിങ്ങൾ ഓരോ മനുഷ്യന്മാരും നിങ്ങൾ ജീവിക്കുന്നതെന്നാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പറയാമോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അപ്പം യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഇതുപോലുള്ള ലൈവ് ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ്, മീൻസ് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരിക. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ പറ്റിയ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പെയ്ഡ് ക്ലാസ് വരാനും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരിക. പെയ്ഡ് ക്ലാസ് ഇന്നിപ്പം നമ്മുടെ ക്ലാസ്സിലോട്ടൊക്കെ വന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. താങ്ക് യു.